Good evening, all. Sir, and voice okay ആണോ? അതെ. Fine. Okay, thank you. So, good evening, all. So, ആരെങ്കിലും നമ്മൾ ക്ലയൻസിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ വൈകിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഇൻവിറ്റേഷൻ ലിങ്ക് അയക്കാം. അപ്പോൾ എൻ്റെ ഒരു ലീഡർ ഇൻവിറ്റേഷൻ ലിങ്കിനകത്ത് കയറാൻ പറ്റുന്നില്ല എന്നുകൊണ്ടൊരു കംപ്ലൈന്റ് പറയുന്നുണ്ടായി. അപ്പോൾ ലിങ്ക് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ലിങ്ക്, ഈ സൂം ലിങ്ക് തന്നെ നിങ്ങൾ ഒന്നുകൂടി അയച്ചു കൊടുത്തിട്ട് അവരൊന്ന് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് കൃത്യം ഒരു 9:10 സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ സർ? ഓക്കെ. ശരി, 9:10. അപ്പം നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ടീമിനകത്തേക്ക് ഒന്ന് ഈ ഒരു ലിങ്ക്, പുതിയ ലിങ്ക് ഒന്ന് ഫോർവേഡ് ചെയ്തിട്ട് അവരോട് പെട്ടെന്ന് തന്നെ സൂമിൽ കയറാനായിട്ട് പറയാം, പ്ലീസ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ സൂം പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഇന്ന് വർദ്ധിച്ചു വരുന്ന വരുമാനത്തിന്റെ അല്ലെ ചെലവുകൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് ഇൻകം, ഒരു അഡീഷണൽ ഇൻകം, ഒരു സൈഡ് ഹാസിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും പല രീതിയിലുള്ള ചതിക്കുഴികളിലൊക്കെ ചെന്ന് വീഴാറുണ്ട്. മിക്കവാറും നമ്മൾ പോയി നമുക്കറിയാത്ത വലിയ ബിസിനസ്സുകളിലേക്കോ അതല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ്സ് അല്ലെ ഡിജിറ്റൽ എന്ന് വെള്ളേക്കും പല പ്രോഗ്രാമുകളിലേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. സോ അതിന്റെയൊക്കെ ഇൻഡെപ്തിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് നമ്മുടെ ലോസ് മാത്രമായിരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയുള്ള സംഭവമാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതലായിട്ട് പ്രോഫിറ്റ് എവിടെ കിട്ടുന്നു അവിടേക്കായിരിക്കും ജനങ്ങൾ എപ്പോഴും പോകുന്നുണ്ടാവുക. നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കുക, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ മാത്രമേ അത് കിട്ടൂ എന്നുള്ളതും കൂടി നമ്മൾ അറിയുക. അപ്പൊ നമ്മളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ടൈം ആണെങ്കിലും മണി ആണെങ്കിലും നമ്മൾ സേഫ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ആ ഒരു ഫേമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. സോ ഇവിടെ ഞാൻ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളോ അല്ലെങ്കിൽ ഒരു വർക്ക് ആണെങ്കിൽ പോലും ബിറ്റ്വീൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിനെ കുറിച്ചിട്ടാണ്. സോ ഇതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് ഈ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് റാങ്ക് അച്ചീവ് ആയിട്ടുള്ള ഡയമണ്ട് എന്നുള്ള റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു കമ്പ്യൂട്ടർ ലെക്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അദ്ദേഹം. 7ഓളം രാജ്യങ്ങളിൽ പോയിട്ട് 12 കമ്പനിയുടെ ഒരു പാൻ ഇന്ത്യൻ ലീഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന, ഞാൻ റെസ്പെക്റ്റോടുകൂടി കാണുന്ന മിസ്റ്റർ മജീദ് സാറാണ് ഫ്രം പെരുമ്പാവൂർ. സോ അദ്ദേഹത്തെ ഞാൻ ബഹുമാനത്തോടെ ഇൻവൈറ്റ് ചെയ്യാണ്. മിസ്റ്റർ മജീദ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ബുധനാഴ്ച ദിവസത്തെ ഈവനിങ് ടൈം നമുക്ക് കുറച്ച് വിലയേറിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി, പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. സോ ഈ ചെലവഴിക്കുന്ന സമയം അത്രയും കൃത്യമായി ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റുള്ള ഒരു കാര്യത്തിലേക്കും ശ്രദ്ധ കൊടുക്കാതെ നമുക്കൊന്ന് വരാൻ സാധിച്ചാൽ ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി തീരും. എനിക്ക് യാതൊരു സംശയവുമില്ല, ഇത് ഉപയോഗിക്കാൻ തയ്യാറാവുന്ന ഏതൊരാളുടെയും ജീവിതം മാറ്റിമറിക്കാൻ ഈ വരാൻ പോകുന്ന 5-6 മാസം കാരണമായി തീരും. അത്രമാത്രം വർത്തായിട്ടുള്ള, അത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ സൂം പ്രോഗ്രാമിൽ ഷെയർ ചെയ്യപ്പെടാൻ പോകുന്നത്. സോ ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിന്റെ ജൈത്രയാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ എന്താണ് ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അതിന്റെ പ്രസക്തി എന്താണ്, ആ പ്രസക്തിക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എന്തുമാത്രം സ്പേസ് ഉണ്ട്, അത് നമ്മൾ കൃത്യമായി പഠിച്ചേ പറ്റൂ. കാരണം ഞാൻ MBA HR എന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്. MBA പഠിക്കുന്ന സമയത്ത് ബിസിനസ് ഫീസിബിലിറ്റി സ്റ്റഡി എന്നൊരു കാര്യം നമുക്കൊരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അവിടെ പറയുന്നത് ഏതൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ വരുമ്പോഴും, ഏതൊരു ഉൽപ്പന്നം നിങ്ങളുടെ കയ്യിൽ വരുമ്പോഴും നിങ്ങൾക്ക് അതിന് മാർക്കറ്റിൽ എന്തുമാത്രം സ്പേസ് ഉണ്ടെന്ന് കണ്ടെത്തുന്ന ഒരു കാര്യം ചെയ്തേ പറ്റൂ. നിങ്ങളൊരു ഇൻഡസ്ട്രി ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് മാർക്കറ്റിൽ ഒരു സ്പേസ് ഉണ്ടോ? ആ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ടെതറോഷന് മാർക്കറ്റിൽ എന്ത് സ്പേസ് ആണുള്ളത്? നേരത്തെ സതീഷ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ട് ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഏത് ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രയോജനപ്പെടുത്താം. ടെതറോഷൻ എന്ന ഓപ്പർച്യൂണിറ്റി തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ
ഇന്നത്തെ പ്രസന്റ് സെനാരിയോ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പ്രസന്റ് മാർക്കറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഒരു വരുമാന മാർഗം കൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിച്ചു പോകാൻ സാധിക്കും, നമുക്ക് പല 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 കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. പക്ഷെ ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് ഇല്ലാതെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു ലൈഫ് പാറ്റേൺ ആണ് ഇന്ന് നമ്മുടെ സമൂഹം നമ്മുടെ മുമ്പിൽ ഉള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വീട് വെക്കുക, നല്ലൊരു വാഹനം വാങ്ങുക, മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാം നമ്മൾ ഓരോ 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 സെഗ്മെന്റ് എടുത്ത് പരിശോധിക്കുമ്പോഴും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അങ്ങനെ എക്സ്പെൻസീവായ കാര്യങ്ങളിലേക്ക് നമുക്ക് നടക്കണമെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഇൻകം സോഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഭൂരിപക്ഷം ആൾക്കാരും, ഞാനൊക്കെ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു, ഇന്നും ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയാണ്. എങ്ങനെയാന്ന് ചോദിച്ചാൽ, വരുമാനത്തിനനുസരിച്ച് ഡ്രീമിനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒതുക്കി കൂട്ടുന്ന ആൾക്കാർ. എന്നാൽ കുറച്ച് ആളുകൾ അങ്ങനെയല്ല. അവരുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്തേ പറ്റൂ എന്ന വാശിയോടുകൂടി ആ ഫുൾഫിൽ ചെയ്യാൻ ആവശ്യമായ സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. 100% മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത ഓപ്പർച്യൂണിറ്റികൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലേക്ക് ടെതർ ഓഷ്യൻ എന്ന മാർക്കറ്റ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് ആർക്കും നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ, ആർക്കും യാതൊരു ശല്യവും ഉണ്ടാക്കാതെ, എന്നാൽ ഇതിൻ്റെതായ ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കിന്റെ പവർ കൊണ്ട് വലിയ നേട്ടങ്ങൾ എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോം, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അധിഷ്ഠിതമായ ഈ പ്ലാറ്റ്ഫോം, ഈ ടെതർ ഓഷ്യൻ എന്ന പ്ലാറ്റ്ഫോം ലോകത്ത് ഒരുപാട് മിറാക്കിൾ ചേഞ്ചസ് കൊണ്ടുവരാൻ പോവുകയാണ്. അതിനുവേണ്ടി അവർ തയ്യാറാക്കിയത് 2024 മാർച്ച് 20 ഒരു മിറാക്കിൾ മാത്തമാറ്റിക്സ് ആണ്. ഒരു വ്യത്യസ്തമായ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല, ഒരു 52%, ഒരു 35% ഒരു റേഷ്യോ, ഒരു 100% ബേണിംഗ്, 90% പേ ഔട്ട് എന്നൊരു റേഷ്യോ, ഒരു മാത്തമാറ്റിക്കൽ ലോജിക്. ഒരു പക്ഷേ ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന 126 പേർക്കും ചിന്തിക്കാവുന്ന ലോജിക് ആയിരുന്നു. പക്ഷെ നമ്മളിൽ ആരും അങ്ങനെ ചിന്തിച്ചില്ല. അത് ചിന്തിച്ച 2 വ്യക്തിത്വങ്ങൾ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി, ആ ഓപ്പർച്യൂണിറ്റിക്ക് മാർക്കറ്റിൽ ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി 2024 മാർച്ച് 20 ഒരു അൽഗോരിതം ബ്ലോക്ക് ചെയിനിൽ എൻക്രിപ്റ്റഡ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തന്നപ്പോ അവിടെ സംഭവിച്ചത് നെവർ ഡിക്രീസ് ദ വാല്യൂ, വില കുറയാത്ത ഒരു ആശയം. പ്രൈസ് ഇൻക്രീസ് ഓൺ ബൈ ആൻഡ് സെൽ, വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്ന ഒരു ആശയം. അത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സ്മാർട്ട് കോൺട്രാക്ടിന്റെ രൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക് തന്നു. അത് തരുന്ന സമയം സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് ഒരു ലിക്വിഡിറ്റി 0 ഒന്നും ഉണ്ടായിരുന്നില്ല. ഫൈനൽ കോയിൻ നമ്പർ അതും 0. ഒരു ബൈ പ്രൈസ് മാത്രം 0.01 USDT. സെൽ പ്രൈസ് അന്ന് 0 ആയിരുന്നു. കാരണം ഒന്നുമില്ല സെൽ ചെയ്യാനായിട്ട്, ആരുമില്ല സിസ്റ്റത്തിൽ വാങ്ങാനും വിൽക്കാനുമായിട്ട്. പക്ഷെ ആരെങ്കിലും വാങ്ങാൻ വന്നാൽ 0.01 എന്നൊരു പ്രൈസ് അവിടെ ഉണ്ട്. അങ്ങനെ ഈ സിസ്റ്റത്തിൽ വാങ്ങാൻ തുടങ്ങിയപ്പോ ഒരു കമ്മ്യൂണിറ്റി വരാൻ തുടങ്ങി, ബയേഴ്സും സെല്ലേഴ്സും വരാൻ തുടങ്ങി. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് സിസ്റ്റത്തിൽ ഒരു വിർച്വൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ വിർച്വൽ അസറ്റിന്റെ വില കയറിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ആശയത്തിന്റെ ഭാഗമായി വില കയറി പോയിക്കൊണ്ടിരുന്നു. എന്നാൽ വിർച്വൽ അസറ്റ് ആയതുകൊണ്ട് ഇതിന് എക്സ്ചേഞ്ച് ഉണ്ടോ, ഇതൊരു ക്രിപ്റ്റോ കറൻസി അല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തുടക്കത്തിൽ ഒരുപക്ഷെ ഉണ്ടായി കാണാം. പക്ഷെ 16 മാസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് എക്സ്ചേഞ്ചുകൾക്ക് ഈ സിസ്റ്റത്തിൽ യാതൊരു സ്കോപ്പും ഇല്ല എന്ന് ഈ സിസ്റ്റത്തിലെ കമ്മ്യൂണിറ്റി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ അത് ടെതർ ഓഷ്യൻ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നടക്കും. USDT കൊടുത്ത് നമുക്ക് വാങ്ങാം, കൊടുത്താൽ USDT നമുക്ക് തിരിച്ചു കിട്ടും. അതിന് പറ്റുന്ന രൂപത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, ടോക്കൺ പോക്കറ്റ് ആണ് ഏറ്റവും ഉത്തമം, നമുക്ക് ഈ ആക്ടിവിറ്റികൾ മുഴുവൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ബൈയും സെല്ലും ആയതുകൊണ്ട് ഒരു ബൈ പ്രൈസ് ഉണ്ടാകും, ഒരു സെൽ പ്രൈസ് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ആ ബൈ പ്രൈസും സെൽ പ്രൈസും ഒരു മാനിപ്പുലേഷന് കാരണമായി തീരാൻ സാധ്യതയുണ്ടോ? നമുക്ക് സംശയം ഉണ്ടാകാം. കാരണം വില കൂടുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അക്ഫുൾ പോസിബിലിറ്റി അല്ലേ? അത് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി വെക്കുന്ന അല്ലേ? തീർച്ചയായും ഈ സിസ്റ്റത്തിന്റെ മാത്തമാറ്റിക്കൽ ലോജിക്കിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഒരു അക്ഫുൾ പോസിബിലിറ്റിയും ഇല്ലാത്ത വളരെ മനോഹരമായ ബ്രില്യന്റ് ആയിട്ടുള്ള ആശയം.
അതാണ് ടെതറോഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. തീർച്ചയായും ഈ സിസ്റ്റത്തിന്റെ സാധ്യതയിലേക്ക് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. 2024 ബുഡ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയം ആദ്യമായിട്ട് ഈ ഒരു കസ്റ്റമർ സിസ്റ്റത്തിൽ വരുന്നത് $100 കൊണ്ടാണ്. അന്ന് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് $20 മുതൽ $1000 റേഞ്ചിലുള്ള ഏത് സംഖ്യ കൊണ്ടും വാങ്ങാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വാങ്ങുമ്പോൾ അവർക്ക് 35% വിലയുള്ള യൂണിറ്റ് കിട്ടും. അതായത് $1000 വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് $350 യൂണിറ്റ് കിട്ടുള്ളൂ എന്നർത്ഥം. അതൊരു നെഗറ്റീവ് മൈൻഡായിട്ട് കണ്ട ആൾക്കാരും ആ സമൂഹത്തിൽ അന്ന് ഉണ്ടായിരുന്നു. വൻ നഷ്ടമല്ലേ, $1000 ഞാൻ വാങ്ങിയിട്ട് വെറും $350 കിട്ടുക എന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാവും? അങ്ങനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആ മാത്തമാറ്റിക്കൽ ലോജിക്കിന്റെ സാധ്യത തിരിച്ചറിഞ്ഞവർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോ അവരിൽ പലർക്കും ഇന്ന് എത്തി നിൽക്കുന്ന വാല്യൂ നോക്കുമ്പോൾ 8 മടങ്ങും 9 മടങ്ങും ഗ്രോത്തിൽ എത്തി നിൽക്കുകയാണ്. വലിയ വലിയ ഗ്രോത്ത് ആണ് സിസ്റ്റം സംഭവിച്ചിരിക്കുന്നത്. ഉദാഹരണം മാത്രം ചിന്തിച്ചാൽ മതി. $1000 വാങ്ങിയ ഒരാൾ ഫസ്റ്റ് കസ്റ്റമർ ആണെങ്കിൽ 0.01 എന്ന റേറ്റ് ആണ്. അപ്പൊ $350 0.01 35,000 യൂണിറ്റ്സ് കിട്ടും. $1000 വാങ്ങിയാൽ ആ $35,000 ഇന്ന് സെല്ല് ചെയ്താൽ $2.24 സെല്ല് ചെയ്യാമെന്നാണ്. വില ഇൻക്രീസ് ആയി. ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആശയമാണ് ഉഡ എന്ന മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ അവർ സെറ്റാക്കിയത്. എന്ന തുടക്കത്തിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? വലിയ നഷ്ടത്തിന്റെ സാധ്യത ഫീൽ ചെയ്യുമായിരുന്നു. എന്നാൽ അത് പോകെ ഈ സിസ്റ്റത്തിൽ അവർ സെറ്റ് ചെയ്ത, ഇതിന് ഡെവലപ്പേഴ്സ് ഡിസൈൻ ചെയ്ത 5 ആഡ് ഓൺ പ്രോജക്റ്റിന്റെ സാധ്യതകൾ. അതിൽ ആഡ് ഓൺ പ്രോജക്റ്റ് 2025 സ്റ്റാർട്ട് ചെയ്തു. 2025 മാർച്ച് 18. അതോടുകൂടി സിസ്റ്റത്തിൽ ബേസ് പ്ലാറ്റ്ഫോമിൽ $20 മതി എന്നൊരു മാൻഡേറ്ററി സിസ്റ്റം വന്നു. അതിൽ കൂടുതൽ വേണമെന്നില്ല. വേണമെങ്കിൽ വാങ്ങാൻ കേട്ടോ. എത്ര വാങ്ങിയാലും 35% വരെയുള്ള യൂണിറ്റ്സ് ആണ് കിട്ടുക. എന്നാൽ ടോവ മാർക്കറ്റ് പ്ലേസ് എന്ന ആഡ് ഓൺ പ്രൊജക്റ്റിൽ $1000 വാങ്ങിയാൽ $1000 യൂണിറ്റ് കിട്ടുന്ന ഒരു ഫെസിലിറ്റി വന്നു. കസ്റ്റമേഴ്സ് ഹാപ്പിയായി, വളരെ സജീവമായി. കാരണം $1000 മുടക്കിയാൽ $1000 യൂണിറ്റ്സ് കിട്ടുന്നു, ഗ്രോത്ത് കിട്ടുന്നു, സെല് ചെയ്യാൻ പറ്റുന്നു. ബയേഴ്സും സെല്ലേഴ്സും അതിന് ആവേശത്തോട് ഏറ്റെടുക്കാൻ തുടങ്ങി. ടെതറോഷൻ ഒരു ബാങ്കിങ് സെഗ്മെന്റ് പോലെ ആയിരുന്നെങ്കിൽ ടോവ മാർക്കറ്റ് പ്ലേസ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ തിയറി ആയിരുന്നു. ആ രൂപത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തത്. ഒരു ഇനീഷ്യൽ കോയിൻ ഓഫർ ഉണ്ട്. അതിലൂടെ കിട്ടുന്ന യൂണിറ്റ്സിനെ മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യാൻ സാധിക്കും. സെല്ല് ചെയ്യുമ്പോൾ അവിടെ ഒരു ബയർ വരും. ബയർ വരുന്ന സമയത്ത് പേയ്മെന്റ് കിട്ടും. ഇങ്ങനെ ബയേഴ്സും സെല്ലേഴ്സും കോമ്പിനേഷൻ നടന്നുകൊണ്ട് ഒരു ട്രേഡ് നടക്കുന്ന ഒരു ഫോർമേഷൻ. അതാണ് ടോവ മാർക്കറ്റ് പ്ലേസിൽ സംഭവിച്ചത്. പക്ഷെ ആ ടോവ മാർക്കറ്റ് പ്ലേസിലെ ടേൺ ഓവറും ടെതറോഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ടെതറോഷന്റെ വാല്യൂ ഹൈക്കിലൂടെ ടോവ മാർക്കറ്റ് പ്ലേസിൽ വാല്യൂ ഹൈക്ക് ഇടുന്ന ഒരു ഫോർമേഷൻ. അതിനുവേണ്ടി ഒരു മാത്തമാറ്റിക്കൽ ലോജിക്ക് ബേസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ബുഡ എന്ന സിസ്റ്റത്തിലുള്ള പ്രൈസ് എത്രയാണോ അതിന് 5 മടങ്ങായിരിക്കും ടോവയിലെ പ്രൈസ്. അപ്പൊ ബുഡയിലെ പ്രൈസ് ആണ് ബേസ്, അതിന്റെ 5 മടങ്ങ് ടോവയിൽ. അപ്പൊ 0.10 ടെതറോഷൻ പ്രൈസ് ഉണ്ടെങ്കിൽ ടോവയിൽ 0.50 പ്രൈസ് ആകും. $1 ബുഡയിൽ പ്രൈസ് ഉണ്ടെങ്കിൽ $5 ടോവയിൽ പ്രൈസ് ആകും. ഈ രൂപത്തിലാണ് എന്റെ കോമ്പിനേഷൻ സെറ്റ് ചെയ്തത്. ഇനി 5 ആഡ് ഓൺ പ്രൊജക്റ്റിൽ വരുമ്പോഴും ഇതുപോലൊരു ലോജിക് ആയിരിക്കും. ബേസ് കാൽക്കുലേഷൻസ് എല്ലാം ബുഡയിൽ, ടെതറോഷനിൽ. അപ്പൊ ടെതറോഷന്റെ പ്രൈസ് എങ്ങനെ സെറ്റ് ആകുന്നത്? അതാരാ ഫിക്സ് ചെയ്യുന്നത്? അതിനും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. സോ ഈ സിസ്റ്റം ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഇന്നലെ വൈകിട്ടാണ്. ഇന്നലെ വൈകിട്ട് ഏതാണ് 5 മണി സമയത്താണ്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇന്ന് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് പ്രൈസ് അപ്ഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെ ഫൈനൽ ലിക്വിഡിറ്റി 3,98,977.4663 ആണ്. എവിടെ നിന്ന് തുടങ്ങിയതാ? 0 ലിക്വിഡിറ്റി തുടങ്ങിയതാ. ഇതുവരെ കുറെ ആളുകൾ വാങ്ങിയപ്പോ ഓരോ ആളുകൾ വാങ്ങുമ്പോൾ 52% ലിക്വിഡിറ്റിക്ക് ആഡ് ചെയ്ത് ടോവയിൽ നിന്ന് ആളുകളെല്ലാം വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന എമൗണ്ടിന്റെ 20% ലിക്വിഡിറ്റിക്ക് ആഡ് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു ലിക്വിഡിറ്റിയാണ് 3,98,977. ടെതറോഷനിൽ ആളുകൾ യൂണിറ്റ് വാങ്ങുമ്പോൾ മാത്രമാണ് ഫൈനൽ കോയിൻസ് ക്രിയേറ്റ് ചെയ്യുക. തുടക്കത്തിൽ 0 ആയിരുന്നു. അവിടുന്ന് 1,77,700.2783 യൂണിറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വാങ്ങുമ്പോഴാണ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. വിൽക്കുമ്പോൾ ആ യൂണിറ്റ് ബേൺ ചെയ്ത് പോകും. അപ്പോ ഈ കഴിഞ്ഞ 16 മാസത്തിൽ ആരെല്ലാം വാങ്ങിയിട്ടുണ്ടോ അതിലൂടെ എത്ര യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തോ അതിൽ ആരെല്ലാം വിറ്റിട്ടുണ്ടോ അത്രയും യൂണിറ്റ്സ് ബേൺ ചെയ്ത് പോയി.
ബാലൻസ് യൂണിറ്റ് ആണ് ഇപ്പൊ കാണുന്നത് 1,77,700. ഇവിടെ ഫൈനൽ ലിക്വിഡിറ്റി ആയ 3,98,977.4663 ഫൈനൽ കോയിൻ നമ്പർ ആയ 1,77,700.2783 കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഈ കാണുന്ന ബൈ പ്രൈസ് 2.245227 എന്ന ബൈ പ്രൈസ് നമുക്ക് കിട്ടുക. അപ്പൊ വില നിർണ്ണയിക്കപ്പെടുന്നത് വ്യക്തമായ ഒരു കാൽക്കുലേഷനിലാണ്. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇതുവരെ കണ്ട ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു യൂണിറ്റ്, അതൊരു കമ്പനിയുടെ ഷെയറിന്റെ രൂപത്തിലാണ്, അതല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ടോക്കണിന്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി കോയിന്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യൂണിറ്റ് അതിനൊരു വില വന്നിട്ടുണ്ട് $10, അല്ലെങ്കിൽ $1, അല്ലെങ്കിൽ $0.5. അതെങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലെ വ്യക്തമായ ഒരു കാൽക്കുലേഷൻ നമുക്കവിടെ കാണാനില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കുറെ മാനിപ്പുലേഷൻസിലാണ് മാർക്കറ്റ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ടെതറോസിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻസും ഇവിടെ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റഗ് പുൾ പോസിബിലിറ്റി ഇല്ലാത്ത ഒരു മാർക്കറ്റ്, ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു മാർക്കറ്റ്. ഇതാണ് ടെതറോഷൻ മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ പരിചയമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കാം, കമ്മോഡിറ്റി മാർക്കറ്റ് എടുക്കാം, ഫോറക്സ് മാർക്കറ്റ് എടുക്കാം, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എടുക്കാം. ചൈനീസ് ആർമി ഇന്ത്യൻ ബോർഡറിൽ വന്നു, വില കുറയുന്നു, കൂടുന്നു. അമേരിക്കയിൽ ഒരാൾ പ്രസിഡന്റ് ആയിട്ട് ജയിക്കുന്നു, വില കൂടുന്നു, കുറയുന്നു. സത്യത്തിൽ ഈ പറയുന്ന ന്യൂസുകളൊന്നും ഈ മാർക്കറ്റുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലേ. ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ബന്ധമില്ലല്ലോ. ഒരു കമ്പനിയുടെ ഷെയർ അതിന്റെ വില കൂടാനും കുറയാനും യഥാർത്ഥത്തിൽ കാരണം വരേണ്ടത് ആ കമ്പനിയുടെ പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ ഡിമാൻഡിന്റെ വേരിയേഷൻ ആണ്. അല്ലാതെയുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് മാനിപ്പുലേഷൻ ഉള്ള മാർക്കറ്റ് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ മാനിപ്പുലേഷൻ ഉള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വില കൂടുകയും കുറയുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ട്രേഡ് എന്നുണ്ടെങ്കിൽ, കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് പോലും കാര്യമായി ലാഭം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ന് ലാഭമാണ്, പക്ഷെ സംഭവിക്കുന്നത് നഷ്ടമാണ്. എക്സ്പെക്ട് ചെയ്യുന്നത് വില കുറയുമെന്നാണ്, പക്ഷെ സംഭവിക്കുന്നത് വില കൂടുതലാണ്. എക്സ്പെക്ട് ചെയ്യുന്നത് വില കൂടുമെന്നാണ്, സംഭവിക്കുന്നത് വില കുറഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെ നമ്മുടെ എക്സ്പെക്ടേഷന് വിരുദ്ധമായി മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ലാഭം കിട്ടാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ ഇതൊന്നുമില്ല. ലിക്വിഡിറ്റി ഉണ്ട്, കോയിൻ നമ്പർ ഉണ്ട്, അതനുസരിച്ച് വില വരും. ലിക്വിഡിറ്റിയിൽ എന്ത് മാറ്റം വന്നോ വില മാറും, അത് വില കൂടുകയുള്ളൂ. കോയിൻ നമ്പറിൽ എന്ത് മാറ്റം വന്നോ വില കൂടുകയുള്ളൂ, ഒരിക്കലും കുറയില്ല. സോ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനും ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. ബൾക്ക് ഹോൾഡേഴ്സ് ഒരുമിച്ച് സെല്ല് ചെയ്തു, വില കൂടും. ബൾക്കായിട്ട് ബൈ ചെയ്ത് വാങ്ങാൻ തയ്യാറായി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അപ്പോഴും വില കൂടും. സോ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം കൂടുമ്പോൾ വില കൂടുക എന്ന് പറഞ്ഞാൽ ഇതുവരെ മാർക്കറ്റ് അഫക്ട് ചെയ്ത, ഇൻഫ്ലുവൻസ് ചെയ്ത വലിയൊരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആണ് ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ സൊല്യൂഷൻ ലൈഫിൽ ഒരു മിറാക്കിൾ ആയിട്ട് മാറുകയാണ്. ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മാർക്കറ്റായിട്ട് ഈ സിസ്റ്റത്തെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു 100% ഡീസെൻട്രലൈസ് സിസ്റ്റമാണ്. റിയൽ ടൈം ബൈ ആൻഡ് സെൽ നടക്കുന്ന ഒരു സിസ്റ്റം, റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് കൊടുക്കുന്ന സിസ്റ്റം, 47.5% പേ ഔട്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതായത് ഈ പ്ലാറ്റ്ഫോമിനെ മനസ്സിലാക്കി മാർക്കറ്റ് ചെയ്യുക എന്ന പ്രോസസ്സിലൂടെ മാത്രം കൈ നിറയെ പണം സമ്പാദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അർത്ഥം. ഒരു ഉൽപ്പന്നം വിറ്റഴിക്കപ്പെടുമ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ വിലയുടെ 47% ലാഭവിഹിതം തരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മാർക്കറ്റിംഗ് കരയിൽ നിൽക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇത് പണം സമ്പാദിക്കാവുന്ന സിസ്റ്റം തന്നെയാണ്. കൈ നിറയെ പണം സമ്പാദിക്കാവുന്ന സിസ്റ്റം തന്നെയാണ്. കാരണം അത്രമാത്രം പേ ഔട്ട് പെർസെൻറ്റേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഇത് പഠിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ സാധ്യതകളെ കൃത്യമായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഗവേഷണം നടത്തണം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള മാർക്കറ്റിനെ കൃത്യമായി മനസ്സിലാക്കി മാർക്കറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി കൃത്യമായി നടത്തി ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടം നമ്മുടെ കയ്യിലാണ്. ഈ മീറ്റിംഗ് ഹാളിലിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും അത്തരത്തിൽ കോടികൾ സമ്പാദിക്കുന്ന ആൾക്കാരായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതെങ്ങനെയെല്ലാം സാധിക്കും നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ടെതറോസിന്റെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോ ടെതറോസിന്റെ പ്രൈസ് 2.24 നിൽക്കുകയാണ്.
ഈ സിസ്റ്റം തുടങ്ങുന്നത് 0.01-ലാണ്. 2024 മാർച്ച് 21-നാണ് ഈ സിസ്റ്റത്തിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ബ്ലോക്ക് ചെയിനിൽ കൃത്യമായിട്ട് ഇന്നും വെരിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ. 5 വർഷം കഴിഞ്ഞാലും അന്ന് വരുന്ന ഒരു കസ്റ്റമർക്കും ഇതേ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അത്രമാത്രം ട്രാൻസ്പെറന്റ് ആണ് ഈ സിസ്റ്റത്തിന്റെ ഓരോ ആക്ടിവിറ്റി. സോ 0.01 തുടങ്ങിയ ഈ ട്രാൻസാക്ഷൻ ആദ്യത്തെ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയം $100 കൊണ്ട് നടന്നപ്പോ ഒരു വില ചേഞ്ച് വന്നു, 0.01485. അതായത് ഒരു വാലറ്റ് മാത്രം രജിസ്റ്റർ ചെയ്തപ്പോ സംഭവിച്ച മാറ്റമാണത്. 2025 മാർച്ച് 18 ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് സിസ്റ്റത്തിൽ വരുന്നു. അന്ന് വില 0.24 ആണ്. അതുവരെ രജിസ്റ്റർ ചെയ്ത വാലറ്റുകൾ 1790. ഞാൻ വാലറ്റുകൾ എന്ന് പറയാൻ കാരണം ഇവിടെ ഒരാൾക്ക് എത്ര വാലറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. 10ഉം 18ഉം വാലറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്. 27 വാലറ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ് എന്റെ അറിവ്. ഞാൻ നേരിട്ട് പരിശോധിച്ചിട്ടില്ല, എന്റെ അറിവാണ്. പക്ഷെ 18 വാലറ്റുകളാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാലറ്റ് മുഴുവൻ എനിക്ക് അറിയാം. അതിന്റെ ഓരോ യൂസർ ഐ ഡിയും എനിക്കറിയാം. വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എത്ര വാലറ്റ് ഉണ്ട് എന്നുള്ളതിൽ ഉപരി ആ വാലറ്റുകളുടെ ട്രാൻസാക്ഷനിലൂടെയാണ് ഈ 0.24 എന്ന പ്രൈസ് എത്തിയത്. പക്ഷെ അവിടെ നിന്ന് ഇന്നിപ്പോ ഓഗസ്റ്റ് 20 ഇന്നലെ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ 9666 വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം എത്ര വാലറ്റ് രജിസ്റ്റർ ചെയ്തു ഇപ്പൊ ബ്ലോക്ക് ചെയിനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു സാധ്യതയോടെ പഠിക്കാൻ പറ്റും. നോക്കൂ, മാർച്ച് 18 മുതൽ ഓഗസ്റ്റ് 20 സമയം 0.24 നിന്ന് 2.24 പ്രൈസ് ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 833.33% ഗ്രോത്ത് വന്നു എന്നാണ്. അതായത് ഒരു 5 മാസം കൊണ്ട് സിസ്റ്റത്തിൽ വന്ന ഗ്രോത്ത് ആണ് 833.33. അടുത്ത ആഡ് ഓൺ ബജറ്റ് വരാൻ പോകുന്നു. വരുന്ന സെപ്റ്റംബർ മാസം 30 കൂടി ആ പ്രൊജക്ട് ലൈവ് ആവും. ആ ലൈവ് ആവുന്ന സമയത്ത് ഇവിടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് 9666 വാലറ്റ് ഓണേഴ്സ് ഉണ്ട്. 1790 പേരുള്ള സമയത്ത്, അത്രയും വാലറ്റ് ഉള്ള സമയത്തിൽ നിന്ന് കേവലം 5 മാസം കൊണ്ട് 833% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 9666 വാലറ്റ് ഉള്ള സമയത്ത് വരാൻ പോകുന്ന ഗ്രോത്ത് റേറ്റ് ഇതേ 833 ആയിരിക്കുമോ, അതിൽ താഴെ ആയിരിക്കുമോ, അതിൽ കൂടുതലായിരിക്കുമോ? ഈ ചോദ്യം ഞാൻ പല സ്ഥലത്തും ആവർത്തിക്കുമ്പോൾ എല്ലാവരും പറയുന്നു അതിൽ കൂടുതലായിരിക്കും. കാരണം എല്ലാ പോസിബിലിറ്റിയും അതിനുണ്ട്. വ്യക്തമായ മാർക്കറ്റിലേക്ക് ടെതറോഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല, ഇവിടെ ടെക്നോളജിയുടെ പവർ ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് എൻജോയ് ചെയ്ത നിരവധി ആൾക്കാർ ഇന്ന് മാർക്കറ്റിലുണ്ട്. സ്വാഭാവികമായിട്ടും പുതിയ ആഡ് ഓൺ പ്രൊജക്റ്റിന് ആവേശത്തോടെ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ സെയിം 833% ഗ്രോത്ത് റേറ്റ് എത്തിയാൽ 2.24 എന്ന പ്രൈസ് 18.51 എത്തും. ഈ 2025 സംഭവിക്കാൻ പോകുന്ന ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് ആണ് ഞാൻ സൂചിപ്പിച്ചത്. ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. വലിയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ടോവ എക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പുതിയ മാർക്കറ്റ് പ്ലേസിന്റെ പേര് ടോവ എക്സ് എന്നാണ്. സെക്കൻഡ് ആഡ് ഓൺ പ്രൊജക്ട്. എന്താണ് ടോവ എക്സിന്റെ പ്രത്യേകത? $20 രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരാൾക്കും ടോവ എക്സിൽ പോകാം. അപ്പൊ ആ രജിസ്ട്രേഷനിലൂടെ മാത്രം ഇപ്പൊ ഒരു ഇൻകം ഷെയറിംഗ് ഉണ്ട്. ടോവ എക്സിൽ സെപ്റ്റംബറിൽ വരാൻ പോകുന്നേ ഉള്ളൂ. വരുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ ഇന്ന് $20 ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്ത് വയ്ക്കാം. അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വേണമെങ്കിൽ കൂടുതൽ യൂണിറ്റ് വാങ്ങി വെക്കാം. ഒരു $100 കൊണ്ട്, ഒരു $500 കൊണ്ട്, ഒരു $1000 കൊണ്ട് ഇത്തരത്തിലൊക്കെ ഒന്ന് വാങ്ങി വെച്ചാൽ ഒരു പൂൾ ഇൻകം ഡെയിലി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. $1620 കൊണ്ട് വാങ്ങുമ്പോൾ 35% വിലയുള്ള യൂണിറ്റ്സ് $567 യൂണിറ്റ്സ് നമുക്ക് കിട്ടും. 2.24 റേറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 253 യൂണിറ്റ് ഉണ്ടാകും. ആ 253 യൂണിറ്റ് നേരത്തെ പറഞ്ഞ പ്രോഗ്രസിലേക്ക് എത്തി ഒരു $18.51 സെല് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു $4600 തിരിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. അത്തരത്തിൽ ഈ ഒരു സമയത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കാം. കേവലം $20 രജിസ്ട്രേഷൻ നടത്തുന്നു. ആ $20 രജിസ്ട്രേഷൻ നടത്തുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ചിന്തിച്ചാൽ ഓരോ $20 രജിസ്ട്രേഷൻ നടക്കുമ്പോഴും അതൊരു ബൈ പ്രോസസ് ആണ്. അവിടെ നിന്ന് ഫസ്റ്റ് ലെവലിൽ നടക്കുന്ന ബിസിനസ്സിൽ നിന്ന് 10% ഒരു കമ്മീഷൻ ഉണ്ട്, $2. സെക്കൻഡ് ലെവലിൽ 3% കമ്മീഷൻ ഉണ്ട്. 3, 4, 5 ലെവലിൽ 2% വീതം കമ്മീഷൻ ഉണ്ട്.
6, 7, 8 ലെവലിൽ 1% വീതം കമ്മീഷൻ ഉണ്ട്. 9, 10 ലെവലിൽ 0.5% കമ്മീഷൻ ഉണ്ട്. അത് കൂടാതെ റാങ്ക് ഒക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ ഒരു $5000 ടേൺ ഓവർ ഒക്കെ ഉണ്ടാക്കിയാൽ മതി റാങ്ക് ഉണ്ടാക്കാൻ. അപ്പൊ ഒരു $1600 ഒരു 3, 4, 5 ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ഈ റാങ്കിലൊക്കെ എത്താൻ പറ്റും. സിൽവർ റാങ്കാണ് ആദ്യത്തേത്. അതിലെത്തിയാൽ ഒരു 4% എക്സ്ട്രാ കിട്ടും. അതായത് 10 14 ആകും. സ്വാഭാവികമായിട്ടും ടോവെക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4% എക്സ്ട്രാ ഇൻകം നേടുന്ന അവസ്ഥ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ ഈ മൊമെന്റം, ഈ സമയം, ഈ കാലഘട്ടം, ഈ പീരീഡ് ഓഫ് ടൈം അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമ്മൾ ഇന്ന് എടുക്കുന്ന മൊമെന്റം അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും സെപ്റ്റംബർ മാസം കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ ഒക്കെ എത്തുമ്പോൾ കൈ നിറയെ പണം സമ്പാദിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവസരം ഉപയോഗിക്കുന്നവർക്കാണ് ലോകത്ത് സാധ്യതകളുള്ളൂ. പണം സമ്പാദിക്കാനുള്ള സാധ്യതകളാണ് ടെദറോഷ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നത്. ഈ സോം പ്രോഗ്രാമിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ അത് മനസ്സാൽ ഏറ്റെടുക്കാം, പ്രാവർത്തികമാക്കാം, പണം സമ്പാദിക്കാം. അല്ല, ഏറ്റെടുക്കാം, വെയിറ്റ് ചെയ്യാം, ഏറ്റെടുക്കാം, കേൾക്കാം, റിജക്ട് ചെയ്യാം. എല്ലാ ചോയ്സും നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റെടുത്ത് പ്രയോജനപ്പെടുത്തി പണം സമ്പാദിച്ചാൽ നമ്മുടെ ലൈഫ് മാറേ പോകും. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഇൻകം ഫ്ലോയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. സോ $20 രജിസ്റ്റർ ചെയ്തു, ടോവെക്സ് ഓപ്പൺ ആക്കി. ഒരു $50 മുതൽ $2500 റേഞ്ചിലുള്ള ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് ബൈ ചെയ്യാം. ഇവിടെ ഒരു പാക്കേജ് എന്ന രൂപമാണ് സിസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. $50, പിന്നെ $100, പിന്നെ $250, പിന്നെ $500, പിന്നെ $1000, പിന്നെ $1500, പിന്നെ $2000, പിന്നെ $2500. അങ്ങനെ മാക്സിമം $2500 വരെ. വാങ്ങുന്ന പാക്കേജ് 40, 60 എന്ന രൂപത്തിൽ ബൈ നടക്കും. അപ്പോ $50 വാങ്ങിയാൽ 20, 30 ആയിട്ട് ബൈ നടക്കും. $100 വാങ്ങിയാൽ 40, 60 ആയിട്ട് ബൈ നടക്കും. 250 വാങ്ങിയാൽ 100, 150 ആയിട്ട് ബൈ നടക്കും. 500 വാങ്ങിയാൽ 200, 300 ആയിട്ട് ബൈ നടക്കും. 1000 വാങ്ങിയാൽ 400, 600 ആയിട്ട് ബൈ നടക്കും. ഇങ്ങനെ ബൈ നടന്നുകൊണ്ടിരിക്കും. ഒരു എക്സാമ്പിളിലാണ് പറയുകയാണ്, $2500 വാങ്ങിയാൽ ഒരു 1000, 1500 ആയിട്ട് ബൈ നടന്നു. അതിൽ കൂടുതൽ പാക്കേജ് ഇല്ല. 1000, 1200 ബൈ നടത്തിയാൽ സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻ നടക്കുന്നതനുസരിച്ച് ഗ്രോത്ത് വരും. എത്ര ഗ്രോത്ത് വന്നാലും 20% എത്തുമ്പോൾ നമുക്ക് സെല് ചെയ്തേ പറ്റൂ. 20% ടോവെക്സിൽ നമുക്ക് എടുക്കുന്ന പ്രോഫിറ്റ്. അപ്പോ 1000-ന് 1200 ആയി, 1500, 1800 ആയി. ടോവെക്സിലെ കണ്ടീഷൻ ഇതാണ്: സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങിയാൽ അത് സെല്ല് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങണമെന്നാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ബൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് 1200 നമുക്കിവിടെ സെല്ല് ചെയ്യാം. 1200 സെല്ല് ചെയ്യുന്ന സമയത്ത് 4% സർവീസ് ചാർജ് കട്ടാവും. അപ്പൊ 1200 4%, $48. ബാക്കി $1152 നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യണം. മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യണമെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബൈ ചെയ്യണം. അപ്പൊ ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബൈ ചെയ്യണം. എത്ര ചെയ്യണം? അവസാനം വാങ്ങിയ എമൗണ്ട് ഏതാണോ അതുകൊണ്ട് ബൈ ചെയ്യണം. അപ്പൊ 50 ചെയ്ത ഒരാളാണെങ്കിൽ 20 ബൈ ചെയ്താൽ മതി. കാരണം 20 സ്മാർട്ട് കോൺട്രാക്റ്റിൽ ആദ്യം വാങ്ങിയത്, അത് തന്നെ ബൈ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ 1000 ആയതുകൊണ്ട് 1000 ബൈ ചെയ്യണം. ഇവിടെ 1152 കയ്യിലുണ്ട്, അതുകൊണ്ട് 1000 ബൈ ചെയ്യാൻ വേണ്ട സംഖ്യ ഒന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പൊ $1000 റീബൈ ചെയ്തു. അപ്പൊ തന്നെ $1800 നമ്മൾ സെല്ല് ചെയ്തു. 4% സർവീസ് ചാർജ് $72. അത് കഴിഞ്ഞ് 1728 നമുക്ക് കിട്ടും. അതിൽ നിന്ന് 1500 ബൈ ചെയ്ത് വെക്കും. കാരണം ഈ 1000 ബൈ ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്ലേസ് വാങ്ങണമെന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ വാങ്ങി വെച്ചാൽ ഒരേ സമയം തന്നെ അത് 20% ഗ്രോത്തിലേക്ക് അടുത്ത പ്രാവശ്യം കിട്ടൂലേ. അപ്പൊ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്തപ്പോ 182 പ്ലസ് 228, $380 നമുക്ക് വരുമാനം കിട്ടി. അപ്പൊ ഒരു ട്രേഡ് $380. അപ്പൊ അടുത്ത ട്രേഡോ അത് $380. അപ്പൊ അടുത്ത ട്രേഡോ അത് $380. $1 കുറയുകയുമില്ല, $1 കൂടുകയുമില്ല. അങ്ങനെ 7 ട്രേഡ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ മുതൽ മുടക്കി $2500 ഉള്ളൂ. നമുക്ക് $2660 തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. 380 × 7 സിമ്പിൾ അല്ലേ? സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോ മുടക്കിയ പൈസ കൂടുതൽ ലാഭമായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബിസിനസ് ബ്രേക്ക് ഈവൻ ആയി എന്നാണ്. ഏതൊരു ബിസിനസ്സിനും ബ്രേക്ക് ഈവൻ ടൈം പറയുന്നുണ്ട്. ഞാൻ MBA പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ച സംഗതി ഇതാണ്: ഒരു ബിസിനസിന്റെ ബ്രേക്ക് ഈവൻ ടൈം 5 വർഷം എന്നാണ് പഠിപ്പിച്ചത്. പക്ഷെ ഇവിടെ ഒരു 7 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ 5 വർഷം വേണ്ടി വരുമോ? എവിടെന്ന്? നിസ്സാര സമയം കൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ഈവൻ ആവും. എങ്കിൽ പിന്നെ കിട്ടുന്ന മുഴുവൻ ലാഭമാണ്, ലാഭത്തിന്റെ മേലെ ലാഭമാണ്. ഒരു ഐഡിയയിൽ മാക്സിമം $2500 ഉള്ളു എന്നിട്ട് കാരണം കൊണ്ട്
കൂടുതൽ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ IDs എടുത്തൊക്കെ നമുക്ക് ചെയ്യാം, കൂടുതൽ ലാഭം സമ്പാദിക്കാം. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ കൈ നിറച്ചു പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണാം. ഇവിടെ വന്ന ക്യാപിറ്റൽ അത് റീബൈ ചെയ്ത് പോകുന്നത് കൊണ്ട് സിസ്റ്റത്തിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞു $20 രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് സിസ്റ്റത്തിൽ വരാൻ പറ്റില്ല. സോ ഒരു 1000 IDs $20 രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ $20,000 ബിസിനസ് ടേൺ ഓവർ ആയി. അതിൽ 52% ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു പറയുമ്പോൾ $10,400 ടെതറോഷൻ ലിക്വിഡിറ്റിയിൽ വന്നു. അപ്പൊ അതിന് ആനുപാതികമായ ഒരു കോയിൻ പ്രൈസ് ഹൈക്ക് വന്നു, വില കൂടി. ഈ 1000 ഐഡികളിലും ഒരു $2,500 വെച്ച് ബൈ നടത്തി എങ്കിൽ 60% മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ്, 40% സ്മാർട്ട് കോൺട്രാക്റ്റുകളിൽ നിന്നാണ്. ടോവെക്സിന് വേണ്ടി ഒരു മാർക്കറ്റ് പ്ലേസ് ബയർ പൂൾ എന്നിട്ടൊരു വാലറ്റ് ഉണ്ടാകും. ആ 60% ബയർ പൂളിലേക്ക് പോകും. അപ്പൊ അതിലൊരു $15 ലക്ഷം ആയി ഇത്രയും ബിസിനസ് വന്നപ്പോഴത്തേക്കും. സ്മാർട്ട് കോൺട്രാക്റ്റിൽ വന്ന എമൗണ്ട് അതിലൊരു 10% ടെതറോഷന്റെ ലിക്വിഡിറ്റിയിൽ പോകും. അപ്പൊ വില കൂടാൻ വേറൊരു കാരണമായി. രജിസ്റ്റർ ചെയ്തപ്പോൾ വില കൂടിയിട്ടുണ്ട്, ടോവയിൽ വാങ്ങിയപ്പോഴും വില കൂടി. ഒരു 20% പുതിയ മാർക്കറ്റ് പ്ലേസിന് വേണ്ടി ലിക്വിഡിറ്റി വെച്ചിട്ടുണ്ട്. ഈ ബയർ പൂളിൽ എപ്പോഴെങ്കിലും പേയ്മെന്റ് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ലിക്വിഡിറ്റി ആഡ് ചെയ്യണം. അതാണ് കോൺസെപ്റ്റ്, ഒരു ബാക്കപ്പ്. അപ്പോ സെല് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടുന്ന ഒരു സാഹചര്യം ടോവാക്സിൽ ഉണ്ടെന്ന് അർത്ഥം. 20%-ലെത്തി $1,200 വന്നു, സെല്ല് ചെയ്തു, $1,152 ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നു, ഒരു കാലതാമസമില്ല. കാരണം ബയർ പൂളിൽ നിന്ന് പേയ്മെന്റ് കിട്ടുകയാണ്. അത് സിമ്പിൾ ആണ് ലോജിക്. 22.5% $2,25,000 ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് ടോവ മാർക്കറ്റ് പ്ലേസ് എന്ന പ്രൊജക്ട് ഉണ്ട്. നാച്ചുറലി ടോവ എക്സ് വരുന്ന സമയത്ത് എല്ലാവരുടെയും ഫോക്കസ് ഇതിൽ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ സെൽ ഓർഡർ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഫണ്ട് സോഴ്സ് വേണം. ഇവിടുന്ന് ഒരു 22.5% അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് ടോവ അതിന്റെ സെൽ ഓർഡർ കൊടുക്കാൻ. $2,25,000 ഒരു 47.5% $4,75,000 അഫിലിയേറ്റ് പേ ഔട്ട് ആണ്. അതിന്റെ 20% സിസ്റ്റം ഡിഡക്ട് ചെയ്യും, കട്ട് ചെയ്യും. വരുമാനം കിട്ടുന്നവരെല്ലാം വിഡ്രോ ചെയ്യുന്ന സമയത്ത് 20% കട്ട് ചെയ്യും. അപ്പൊ $4,75,000 20% $95,000. ആ $95,000 4 ഭാഗങ്ങളാക്കി മാറ്റും. അതിലൊരു ഭാഗം ടെതറോഷൻ ലിക്വിഡിറ്റി കയറും. അപ്പോ ആളുകൾ വിഡ്രോ ചെയ്യാൻ തുടങ്ങുമ്പോഴും വില കയറിക്കൊണ്ടിരിക്കും. കമ്മീഷൻ വിഡ്രോ ചെയ്യുമ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ വരുമാനം വാങ്ങാൻ വേണ്ടി ബിസിനസ് വയ്ക്കുമ്പോഴൊക്കെ വില കൂടുന്നു, രജിസ്റ്റർ ചെയ്യുമ്പോൾ വില കൂടുന്നു, ആ കമ്മീഷൻ വിഡ്രോ ചെയ്യുമ്പോൾ വില കൂടുന്നു. നോക്കൂ, ഗ്രോത്ത് സ്പീഡ് കൂടാനുള്ള പല സാധ്യതകൾ സിസ്റ്റം ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ 4 ഭാഗത്തിൽ ഒരു ഭാഗമാണ് വെച്ചത്. രണ്ടാമത്തെ ഭാഗം മാർക്കറ്റ് പ്ലേസിന്റെ ലിക്വിഡിറ്റി കയറും. മൂന്നാമത്തെ ഭാഗം ടോവയുടെ സെൽ ഓർഡറിൽ കയറും. നാലാമത്തെ ഭാഗം അപ്ലൈ ലീഡേഴ്സിന് ഒരു അഡീഷണൽ ഇൻകം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. സോ എവിടെ തൊട്ടാലും പൈസ കിട്ടുന്ന രൂപത്തിലുള്ള കൃത്യമായ ഒരു മണി ഫ്ലോ. നോക്കൂ, ഈ മണി ഫ്ലോയുടെ വേറെ അട്രാക്ഷൻ എന്താണെന്നറിയൂ? ഈ $2,500 ചെയ്ത ഓരോരുത്തരും 20% പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആകുമ്പോൾ അതേ $2,500 റീബൈ ചെയ്യപ്പെടും. സോ 1000 ഐഡിയിൽ നടന്ന ഈ $2,500 വീണ്ടും റീബൈ ചെയ്യപ്പെടുമ്പോൾ വീണ്ടും $25 ലക്ഷം ബിസിനസ് ടേൺ ഓവർ നടക്കും. വീണ്ടും മാർക്കറ്റ് പ്ലേസ് ബയർ പൂളിൽ സെയിം 15 ലക്ഷം വരും, സ്മാർട്ട് കോൺട്രാക്റ്റിൽ സെയിം 10 ലക്ഷം വരും. അതിന്റെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യപ്പെടും. അത് എത്ര പ്രാവശ്യം? ലൈഫ് ലോങ്. സോ ഈ പ്രോസസ്സിലൂടെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ റാങ്ക് ഒക്കെ ക്വാളിഫൈ വളരെ ഈസിയാണ്. സിൽവർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് പോലെ റാങ്കിൽ എത്താൻ ടോട്ടൽ സിസ്റ്റം ആവശ്യപ്പെടുന്ന $5 ലക്ഷം ബിസിനസ് ടേൺ ഓവറാ. ടെതറോഷനും ടോവയും ടോവ എക്സും എല്ലാം ചേർന്ന് $5 ലക്ഷം ടേൺ ഓവർ. 2 എമറാൾഡ് റാങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം. 16% എക്സ്ട്രാ വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് ഉയരാൻ വളരെ ഈസിയാണ്. ഇത് പറയുമ്പോ ഞാൻ വിനീതനായ എനിക്കും ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. എന്റെ ടീമിൽ ഇപ്പൊ ഒരു 10 ഡയമണ്ട് റാങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന ചിന്തയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോവ എക്സ് ഒക്കെ വരുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതിനുവേണ്ടി ഇന്ന് ടീമിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവർക്ക് അത് എത്താൻ സാധിക്കും, എങ്ങനെ അവരിലെ അതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് എത്താൻ സാധിക്കും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം, ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, പുതിയ ടീമിനെ നമ്മൾ പ്ലഗ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലൈഫ്
മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ ടെദ്രോഷന്റെ രൂപത്തിൽ തരുമ്പോൾ എന്തിനാ നമ്മൾ ഉപയോഗിക്കാതിരിക്കണം? ഉഡാ ടെക്നോളജി അതിന് പറ്റുന്നതാണ്. വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന ഈ പ്ലാറ്റ്ഫോം, ടെദ്രോഷൻ വിർച്വൽ അസറ്റ്, ടോവ എന്ന ഡിജിറ്റൽ അസറ്റിലൂടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ബിൽഡ് എ സോളിഡ് ടീം, സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് USDT. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാണ്. ഇന്നത്തെ ദിവസം ഈ കേട്ട ഇൻഫോർമേഷനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള ആവശ്യകത നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള മാർക്കറ്റ് സോഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ആ സോഴ്സിനെ കൃത്യമായിട്ട് കണ്ടെത്തി ഏതൊക്കെ തരത്തിൽ സപ്പോർട്ടുകൾ നേടാൻ പറ്റുമോ ആ തരത്തിലെല്ലാം സപ്പോർട്ടുകൾ നേടി ലൈഫിൽ മിറാക്കിളായി മാറാൻ പോകുന്ന ഈ സിസ്റ്റത്തെ യൂട്ടിലൈസ് ചെയ്യുക, വിജയിക്കുക. ലൈഫിൽ വലിയൊരു സംഭവം ഈ സിസ്റ്റത്തിലുണ്ട്. ഇവിടെ എല്ലാവരുടെ മുമ്പിലുള്ള സംശയം, ഒരുപക്ഷെ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് സെൽ ഓർഡർ എങ്ങനെ ഫിനിഷ് ആകും? ഇന്ന് എൻ്റെ അടുത്ത് പലരും വിളിച്ചു ചോദിച്ചു, എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്ലേസിൽ 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 200 ഉണ്ട്, 500 ഉണ്ട്, 700 ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടെ വളരെ സിമ്പിൾ ആയ ലോജിക്ക് മനസ്സിലായില്ലേ? എന്താ? വളരെ കൃത്യമായ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തുകൊണ്ട് അവിടുന്ന് റവന്യൂ സോഴ്സിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് സെൽ ഓർഡർ ഫിനിഷ് ചെയ്ത ഒരു പ്രോസസ്, അതിന്റെ ഒരു ഫ്ലോ 100% ഷുവർ ആണ്. ലോകത്ത് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി ഇനി അടുത്ത സമയത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. ഉപയോഗിക്കുക. ഈ 2025 എന്ന വർഷത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തോ ഒരുപക്ഷെ ഓഗസ്റ്റ് 20 എന്ന ദിവസത്തിൽ എത്തുമ്പോഴും സംഭവിച്ചിട്ടുണ്ടാകണമെന്നില്ല. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ ശ്രമിച്ചാൽ 2025 ഡിസംബർ 31-നുള്ളിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫിനെ എത്തിക്കാൻ, ഇൻകത്തെ എത്തിക്കാൻ, വരുമാനം ഉയർത്തിയെടുക്കാൻ തീർച്ചയായും ടെദ്രോഷൻ എന്ന പ്ലാറ്റ്ഫോം സഹായിക്കും. അതിന് സാധിക്കട്ടെ. അതിനാവശ്യമായ സഹായം ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സതീഷ് സാർ ലൈനുണ്ടോ? സതീഷ് സാർ? ഓക്കെ, സതീഷ് സാർ ലൈനില്ലാന്ന് തോന്നുന്നു. സോ നാളെ വ്യാഴാഴ്ച ദിവസമാണ്. വൈകിട്ട് 9 മണിക്ക് തമിഴ് സൂം ഉണ്ട്. തമിഴ് സൂമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. കൃത്യമായി ഈ സിസ്റ്റം പഠിക്കാൻ വേണ്ടി. യെസ് സതീഷ് സാർ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ പ്രോഗ്രാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം, ജോയിൻ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സാധ്യതകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മജീദ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, അതിന്റെ അവസരങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആസ് ഏർലി തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. സോ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്.